വിവാദം ഒഴിവാക്കാൻ നയപ്രഖ്യാപനത്തിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 ഭാഗം മാത്രം വായിച്ച പോലീസ് ബാൻഡ്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ലോക്ഭവൻ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനം. അതൃപ്തി പരസ്യമാക്കിയ ഗവർണർ സ്പീക്കറോട് വിശദീകരണം തേടുന്ന കാര്യത്തിൽ ആലോചന നടത്തുമെന്നാണ് വ്യക്തമാക്കിയത്. നയപ്രഖ്യാപനത്തിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാത്തത് ലോക്ഭവനോടും ഗവർണറോടുമുള്ള അവഹേളനമെന്ന് BJP വിമർശിച്ചു. വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത സംസ്ഥാനത്തിനില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. What we had insisted that there has to, whenever governor is present, it is the protocol that whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. I have not decided anything. വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതൊരു നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. ആ 2 ഈരടി ചൊല്ലുമ്പോൾ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുന്ന പോകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യമില്ല. യഥാർത്ഥം ഇരുന്ന് കേൾക്കേണ്ടതാണ്. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. ആ RSS അജണ്ട നടപ്പാക്കേണ്ട ബാധ്യത നമ്മുടെ കേരളത്തിലില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അത് മുഴുവൻ ചൊല്ലുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആ അനുഭവത്തിൽ നിന്ന് ഗവൺമെന്റും കർക്കശമായ നിലപാട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഗവർണർ അറിയിച്ചപ്പോൾ പാടില്ല എന്നുള്ള നിലപാട് എടുത്തിട്ടുണ്ടാവും. ഏതായാലും ഇതാണ് ശരിയായ നിലപാട്. നിയമസഭയുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായി ബഹുമാന്യനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപനം നടന്ന ദിവസം എന്നുള്ള നിലയിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം പൂർണ്ണമായിട്ട് ആലപിക്കുക എന്നുള്ള നിർദ്ദേശം, ആ നിർദ്ദേശം ഇന്ന് പരിപൂർണമായും ലംഘിക്കപ്പെട്ടു. വാസ്തവത്തിൽ ഇന്നത്തെ കേരള നിയമസഭയുടെ ഈ നടപടി ലോക്ഭവനെയും ഗവർണറെയും അതോടൊപ്പം ദേശീയ ഗീതത്തെയും അതിനോടും അനാദരവ് കാണിക്കുന്ന നടപടിയായി. ഹരിമോഹൻ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇപ്പോൾ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുക എന്നുള്ളത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിൽ നിർബന്ധമാണ് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പക്ഷേ അതിനോട് അതിരൂക്ഷമായൊന്നും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ BJP അതിനെ വളരെ രൂക്ഷമായി അതിനോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. പിണറായി വിജയനും സർക്കാരിന്റെ ഈ നടപടിയോട് യോജിക്കുന്നു. പക്ഷേ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ലായിരുന്നു എന്ന് മാത്രമാണല്ലോ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആദ്യം അങ്ങനൊരു നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത്. അതായത് ദേശീയഗാനത്തിന് മുമ്പായി ദേശീയഗീതമായ വന്ദേമാതരം ആലപിക്കണം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നൊക്കെയുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ലോക്ഭവനും സമാനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ടുപിന്നാലെ തന്നെ UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന ദിവസം തന്നെ വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിക്കണമെന്നുള്ള നിർദ്ദേശം ലോക്ഭവൻ നൽകുകയാണ്. ഇന്നലെ പോലീസ് ബാൻഡ് നടക്കുന്ന സമയത്ത്, അതിന്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്താണ് ലോക്ഭവൻ ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ നയപ്രഖ്യാപന ദിവസം ആദ്യത്തെ 2 ചരണം മാത്രം ബാൻഡ് ആലപിച്ചുകൊണ്ട് അത് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു. അതിൽ അതൃപ്തി കൃത്യമായി ഗവർണർ പരസ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം തന്നെ അതിൽ രാഷ്ട്രീയ വിമർശനമാണ് BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും മുസ്ലിം ലീഗിനും വഴങ്ങുകയാണ് കോൺഗ്രസ് ചെയ്തത്, മുഖ്യമന്ത്രി VD സതീശൻ ചെയ്തത് എന്നുള്ള ആരോപണമാണ് BJPയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. പക്ഷേ അപ്പുറത്ത് ഗവർണറുടെ നടപടി ഇനി എന്താകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്പീക്കറോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുമോ, മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമോ തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. കാരണം അതൃപ്തി അദ്ദേഹം പരസ്യമാക്കിയിട്ടുണ്ട്. കാരണം അത് പ്രോട്ടോകോൾ പ്രകാരം ലോക്ഭവന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള നിർദ്ദേശമായിരുന്നു ഈ വന്ദേമാതരം പൂർണ്ണമായിട്ടും ആലപിക്കണമെന്നുള്ളത്. പക്ഷേ അത് ആലപിച്ചിട്ടില്ല. സ്പീക്കറോട് വിശദീകരണം തേടണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും നീക്കം ലോക്ഭവന്റെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ സർക്കാരിനോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷം നിലയുറപ്പിച്ച് നിൽക്കുന്നതെന്ന് കൂടിയാണ് ശ്രദ്ധേയമാണ്. സ്മൃതി പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന ആ ഒരു പ്രക്രിയ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത്. അതല്ലാതെ അത് മുഴുവനായി ആലപിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് RSS അജണ്ടയാണ് മുഴുവനായി ആലപിക്കുന്നത്. ആ RSS അജണ്ട നടപ്പിലാക്കേണ്ട ഒരു ബാധ്യതയും കേരളത്തിനില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ സർക്കാർ ഇതിൽ നൽകുന്ന വിശദീകരണം കൂടി വ്യക്തമാകുമെന്നുള്ളതാണ് കരുതുന്നത്. എന്തായാലും വന്ദേമാതരം സംബന്ധിച്ച് ലോക്ഭവനും സർക്കാരും തമ്മിൽ വലിയ രീതിയിൽ തുടക്കം മുതൽക്ക് തന്നെ ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ചുരുക്കം. ശരി, ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.